വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ശ്രീലക്ഷ്മി. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് പോരായ്മകളും കാര്യങ്ങളും ഉണ്ടാവും. നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഒന്നും കൂടി നന്നാക്കി ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ചാനൽ തുടങ്ങിയതിൻ്റെ റീസൺ എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ 4 മാസത്തോളമായി ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളായിട്ട് സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ബോറടിക്കുമല്ലോ. നമ്മൾ ഈ യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ എന്നെപ്പോലുള്ള കുറേ കുട്ടികൾ ഇങ്ങനെ പല കാറ്റഗറി പെടുന്ന പ്രോഗ്രാംസ് ചെയ്യാനാണിപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി ഇതുപോലെ ഒരു ചാനൽ തുടങ്ങണമെന്ന്. അപ്പോൾ ചാനൽ തുടങ്ങാൻ വേണ്ടി വന്നപ്പോഴാണ് അറിഞ്ഞത് ചാനൽ ക്രിയേറ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, കട്ട് ചെയ്യണം, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും എനിക്കത്ര കാര്യങ്ങളായിട്ടൊന്നും പിടിയുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തന്നെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഓരോന്ന് എഡിറ്റ് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ ഏകദേശം ഒന്ന് പഠിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഇപ്പം എന്നിട്ടും ഫുള്ളൊന്നും പഠിച്ചിട്ടില്ല. അത് ഇനി പഠിക്കാൻ നിന്നാൽ കുറേ സമയം ഇനിയും പിടിക്കും. അപ്പോൾ ഇപ്പം ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഫ്ലവർ വേസ് ഉണ്ടാക്കണ എങ്ങനെയാണെന്നാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത്. അപ്പം എല്ലാവർക്കും അറിയണ കാര്യമാണ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. അത് ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കണത്. അപ്പം ചില കുട്ടികൾക്കൊന്നും അറിയണ്ടാവില്ല അത് എങ്ങനെയാണ് ചെയ്യണേന്നൊന്നും. അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ന്യൂസ് പേപ്പർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ബോറടിച്ചിരിക്കുന്ന സമയത്ത് നല്ല ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള ഓരോ ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ള കാര്യമാണ് ഒരു വേസ്. അപ്പോൾ അത് പെയിൻ്റൊക്കെ അടിച്ച് നന്നായിട്ട് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. അപ്പോൾ അതെങ്ങനെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ന്യൂസ് പേപ്പർ, ഫാബ്രിക് പെയിൻറ്റ്, അത് പെയിൻറ്റ് ചെയ്യാനുള്ള ബ്രഷ്, സിസേഴ്സ്, ഗമ്മ്, പിന്നെ ഇതുപോലെ കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പാക്കി കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഇത് വേസിനെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് എംബ്രോയ്ഡറി ചെയ്യുന്ന സാധനമാണ്. ഇത് വേണമെങ്കിൽ മാത്രം മതി. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. ഇനി ഒരു ഷീറ്റ് പേപ്പറിനെ നമുക്ക് 4 കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തുനിന്ന് ഒരു ഷീറ്റ് പേപ്പർ എടുത്തതിന് ശേഷം ഇതൊന്ന് ചുരുട്ടാം. ഇവിടെ ഞാൻ ചുരുട്ടാനായിട്ട് റീഫില്ലർ എടുത്തിട്ടുണ്ട്. ഒരു ചുരുട്ടി എടുത്തിട്ട് ഇതിന് പശ തേക്കാം. പശ തേച്ച് നന്നായിട്ട് ഒട്ടിക്കുക. എന്നിട്ട് ഇതുപോലെ കുറേ ഉണ്ടാക്കാം. അപ്പം ഞാൻ നേരത്തെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി ഒരേ വലിപ്പത്തിലാക്കാം നമുക്കൊന്ന്. എന്നിട്ട് ഇനി നമുക്ക് എനിക്ക് ഇഷ്ടമുള്ള കളർ പെയിൻ്റ് എടുക്കാം കേട്ടോ. ഞാൻ അവിടെ ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം പെയിൻ്റ് അടിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇവിടെ കുറച്ച് ഗം തേക്കാം.
നമുക്കിത് നന്നായിട്ടൊന്ന് ഒട്ടിക്കാം. ഇനി ഇതുപോലെ ഒരു നോഡ് ഉണ്ടാക്കി വയ്ക്കുക ഒരു ബലത്തിന്. എന്നിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് ഉപയോഗിച്ച് ഇതൊന്ന് ചുരുട്ടിയെടുക്കാം. ഇവിടെ ഗം തേച്ച് ഒട്ടിക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇതൊന്ന് ചുരുട്ടിയെടുക്കാം. നേരത്തെ ചെയ്ത പോലെ ഇതും ഗം തേച്ച് ഒട്ടിച്ച് വയ്ക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലെല്ലാം ഇറക്കി വെച്ചു. ഇനി ഇത് അടി പതുക്കൊന്ന് തിരിച്ചു കൊടുക്കാം. അങ്ങനെ ഇതുപോലെ എന്നിട്ടൊന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി റബ്ബർ ബാൻഡ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സംഭവം ഒട്ടിക്കാണ്. ഞാൻ നേരത്തെ കാർഡ്ബോർഡ് ഇതുപോലെ പെയിൻ്റ് അടിച്ചെടുക്കുക. എന്നിട്ട് അതുപോലെ ഒന്ന് പശ വയ്ക്കുക. എന്നിട്ട് അത് ഇതിൻ്റെ മേളിലോട്ടൊന്ന് വയ്ക്കുക. നമ്മുടെ വേസ് റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ വേസ് അടിപൊളിയായി. ഞാൻ നേരത്തെ പറഞ്ഞ ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാത്ത വേസ് ഇതാണ്. ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് ചാർട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുത്താണ് അപ്പോൾ ഇതിന് പകരമായിട്ട്. അപ്പോൾ നമ്മുടെ രണ്ട് വേസും ഇവിടെ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.